Hi friends, welcome back to my channel Relish my life. ഇന്ന് അറേബ്യൻ ഡെസേർട്ടായ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ട് ടൈപ്പിലുള്ള കുനാഫയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ക്രീം കുനാഫ, ചീസ് കുനാഫ. ഇതിലൊന്ന് ഹോം മെയ്ഡ് കുനാഫ ഡോ വെച്ചിട്ടും രണ്ടാമത്തേത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കുനാഫ ഡോ വെച്ചിട്ടുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുനാഫ ഡോ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതാണ്. ആദ്യം തന്നെ കുനാഫ ഡോ ഫ്രീസറിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കണം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുനാഫ ഡോ ആണ്. ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വയ്ക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ ചീസ് കുനാഫയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുനാഫ ഡോ ആണ്. ഇതും നമുക്ക് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് വയ്ക്കണം. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി എയർ ടൈറ്റ് ആയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ 3 കപ്പോളം മുറിച്ച് വെച്ചിട്ടുള്ള ഡോ ആണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1/4 കപ്പോളം ബട്ടർ, ഉരുക്കിയ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ബട്ടർ 1/4 കപ്പെങ്കിലും വേണം. ഞാനൊരു മിനിമം ക്വാണ്ടിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലതാണ്. കാരണം അതിൻ്റെ ആ ഒരു കളറ് വരണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ ഡോ ഒന്ന് ക്രിസ്പി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ അത്യാവശ്യമാണ്. ഇതിനി മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് സിറപ്പ് റെഡിയാക്കാം. ഇതിപ്പോൾ ഒരു കുനാഫക്കുള്ള സിറപ്പിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. 1 കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര എല്ലാം അലിഞ്ഞ് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് കുങ്കുമവും 2 ഏലക്കായും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സിറപ്പ് ഒന്ന് കട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. 2 ടൈപ്പ് കുനാഫക്കും വേണ്ടിയിട്ട് സെയിം സിറപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന പുഡിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ചീസ് കുനാഫ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് 1/4 കപ്പ് പാല് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക, അടി പിടിക്കരുത്. ഈ മിക്സ് ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പോർഷൻ ചീസ് ആണെങ്കിൽ ഒരു 5 പോർഷൻ ചീസ് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തീ ഓഫാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പുഡിംഗ് മിക്സ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുനാഫ ഡോ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുനാഫ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. അടിയിലും സൈഡിലും ഒക്കെ നന്നായിട്ട് തടവി കൊടുക്കണം. നമ്മളിത് ഓവനിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത്.
ഈ പാത്രത്തിലേക്ക് ഒരു ലെയർ നമ്മൾ നേരത്തെ ബട്ടറായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ഡോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ മേലെയാണ് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ സൈഡിൽക്കും കൂടി ഒരു ചെറിയൊരു ലെയർ ഉണ്ടാക്കി പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നല്ലപോലെ ഇരുന്നോളും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള പുഡിംഗ് മിക്സ് ഒഴിച്ചിട്ട് എല്ലാ സൈഡിൽക്കും സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലും കൂടി നമ്മൾ കുനാഫയുടെ ഒരു ലെയർ വെച്ചിട്ടുള്ളതുകൊണ്ട് അത് അതിനകത്ത് തന്നെ ഈ പുഡിംഗ് മിക്സ് ഇരുന്നോളും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഗ്രേറ്റഡ് മൊസറല്ല ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയിൽ നമ്മൾ മൊസറല്ല ചീസ് അല്ല യൂസ് ചെയ്യുന്നത്, അക്കാവി ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി അല്ല ഇത്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, കാരണം നമ്മൾ പൊടി മിക്സ് എല്ലാം ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ നമ്മൾ കുനാഫ ഡോ, നേരത്തെ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ഡോ നിരത്തി കൊടുക്കുകയാണ്. പുഡിങ്ങും ചീസും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുനാഫ ഡോ നിരത്തി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 35 മിനിറ്റോളം കുക്ക് ചെയ്യാം. എനിക്കിവിടെ 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ വെച്ചിട്ടുള്ള പാനിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കുനാഫ അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചീസെല്ലാം മെൽറ്റായിട്ട് നല്ല അടിപൊളി കുനാഫ ആയിട്ട് വന്നിട്ടുണ്ട്. കുനാഫയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുനാഫ ചൂടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മുടെ ചീസ് കുനാഫ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക, കാരണം ചീസ് ഉള്ളതുകൊണ്ട് അത് മെൽട്ടായിരിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ കഴിക്കണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റീഹീറ്റ് ചെയ്തെടുത്താൽ മതി. പിസ്ത അല്ലെങ്കിൽ ബദാം വെച്ചിട്ട് അലങ്കരിക്കാം. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കുനാഫ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ക്രീം കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ക്രീം കുനാഫ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുനാഫ ഡോ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ക്രീം ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കട്ടയെല്ലാം കളഞ്ഞതിന് ശേഷം 3/4 കപ്പ് ഹെവി ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ടിരിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അടി പിടിക്കും.
ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയേക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. അടിയിൽ ഒരു ലെയർ കുനാഫ നിരത്തുക. നന്നായി പ്രസ് ചെയ്ത് അടിയിലും സൈഡിലുമായിട്ട് ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും സ്പൂൺ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി കുനാഫ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. 30 മിനിറ്റ് കഴിയുമ്പോൾ അത് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. കുനാഫ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി പ്ലേറ്റിലേക്ക് മാറ്റാം. കുനാഫ ചൂടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സിറപ്പ് ഒഴിക്കുകയാണ്. നല്ല ചൂടോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ സിറപ്പ് ഒഴിക്കുക. എന്നാൽ മാത്രമാണ് അതിലേക്ക് സിറപ്പെല്ലാം അബ്സോർബ് ചെയ്ത് വരുള്ളൂ. മുകളിൽ കുറച്ച് പൊടിച്ച പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം കുനാഫ നമുക്ക് ചൂടോട് കൂടിയിട്ടോ അതല്ലെങ്കിൽ തണുത്തതായിട്ടോ സെർവ് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റ് കൂടാ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് കൂടാം. അപ്പോൾ നമ്മുടെ ക്രീം കുനാഫയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2 ടൈപ്പ് കുനാഫയാണ് ചെയ്ത് കാണിച്ചത്. ക്രീം കുനാഫയും അതുപോലെ തന്നെ ചീസ് കുനാഫയും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഡോ വെച്ചിട്ടും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡോ വെച്ചിട്ടുള്ള റെസിപ്പിയും കൂടിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.